ദില്ലി മലയാളികളുടെ ഓണം എങ്ങനെ എന്നറിയാൻ അബ്ദുൾ റഷീദ് നമ്മുടെ കൂടെ ചെയ്യുന്നു. ക്ഷേത്ര വൈബിലാണ് അബ്ദുൾ റഷീദ്. എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? എവിടം വരെ എത്തി അവിടുത്തെ ഓണാഘോഷം? ദില്ലിയിലെ ഓണാഘോഷം തിരുവോണം അങ്ങ് എത്തിയോ? ശരത്ത് സിന്ദൂരി, ദില്ലി ബ്യൂറോയുടെയും അതോടൊപ്പം ദില്ലി മലയാളികളുടെയും ഒക്കെ ഓണാശംസകൾ നേരെയാണ്. ആദ്യം തന്നെ ഞാനിപ്പോൾ ഉള്ളത് ദില്ലിയിലെ തന്നെ ഏറെ പ്രശസ്തമായിട്ടുള്ള ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ്. മലയാളികൾ എല്ലാ ആഘോഷങ്ങൾക്കും ഒത്തുചേരുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. ഓണം മാത്രമല്ല, മറ്റു വിശേഷ ദിവസങ്ങളിലൊക്കെ തന്നെയും പ്രത്യേക പൂജകളും അതോടൊപ്പം ആഘോഷങ്ങളൊക്കെ തന്നെയും ഉണ്ടാകും. മലയാളികൾ ഒന്നടങ്കം ഒത്തുചേരുന്ന ഇടമാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പൂക്കളമൊക്കെ ഒരുക്കി വലിയ ആഘോഷത്തിൽ തന്നെയാണ് ദില്ലിയിലെ മറുനാടൻ മലയാളികൾ. നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ദില്ലിയിലെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരും സ്ഥിരം താമസിക്കുന്നവരുമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതോടൊപ്പം ദില്ലിയിലെ മറ്റു സമീപ പ്രദേശങ്ങളിൽ നിന്നും ഓണം ആഘോഷിക്കാൻ എത്തിയവരൊക്കെ തന്നെയുമുണ്ട്. എന്തായാലും വലിയ പൂക്കളവും സദ്യയും ഒക്കെ ഒരുക്കിക്കൊണ്ട് ഒരു സമൃദ്ധമായിട്ടുള്ള ഓണാഘോഷം തന്നെയാണ് നടക്കുന്നത്. നിരവധി ആളുകൾ ഈ ഓണാഘോഷത്തിന്റെ പൂക്കളം വഞ്ചിപ്പാട്ട് ഒരു ആറന്മുളയിൽ എത്തിയ ഫീല്. ശരത്ത്, തീർച്ചയായും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആഘോഷത്തോടു കൂടിയാണ്, നാട്ടിലല്ലെങ്കിൽ പോലും വലിയ ആഘോഷത്തിൽ തന്നെയാണ് ഇവിടുത്തെ മലയാളികളൊക്കെ തന്നെയും ഓണം ആഘോഷിക്കുന്നത്. അതിൻ്റെ ചില കാര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ ശരത്ത് കേട്ടത്. എന്തായാലും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള അതോടൊപ്പം ഈ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ദില്ലിയിലെ ഒരു ഓണാഘോഷം എങ്ങനെ പോകുന്നത്? പ്രവാസികളായ മലയാളികൾക്ക് എന്നും വളരെ ഉത്തേജനപ്രദമായ ഒരു സന്ധ്യ സമ്മാനിക്കുന്ന, ഒരു ദിനം സമ്മാനിക്കുന്ന ആണ് ഉത്തര ഗുരുവായൂരപ്പൻ. ആർഷധർമ്മ പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഉത്തര ഗുരുവായൂരപ്പൻ. ആ ഉത്തര ഗുരുവായൂരപ്പന് ആ ക്ഷേത്രത്തിന് നേതൃത്വം വഹിക്കുന്ന ഡോക്ടർ രമേശ് നമ്പ്യാർ, ശ്രീ വേണുഗോപാൽ, മറ്റുള്ള ഇവരുടെ നിസ്രാന്ത പരിശ്രമമാണ് ഇന്ന് ഈ ക്ഷേത്രത്തെ അതിവിപുലമാക്കി നോർത്ത് ഇന്ത്യയിൽ പേരും പ്രശസ്തിയുമായി ഇന്ന് ഗുരുവായൂരപ്പൻ. എന്തായാലും എല്ലായിടത്തും ഓണാഘോഷം സജീവമാണ്. ദില്ലിയിലും മറ്റൊരു കാഴ്ചയല്ല നമുക്ക് കാണുവാനുള്ളത്. അബ്ദുൾ റഷീദ് പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തും ഓണം അടിച്ചു പൊളിക്കുകയാണ്.